നമ്മളെ മലയാളികളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഞാൻ തന്നെ എക്സൈറ്റ്മെന്റ് ആയി. നമ്മുടെ അപ്കമിങ് മൂവി നിങ്ങളെ പടത്തിനൊരു പേരിട്ടിരുന്നു ഇങ്ങനെ ഒരു മൂവി നമുക്കൊന്ന് പ്ലാൻ ചെയ്താണ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ്, ചാക്കോച്ചൻ, അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ. ഹായ് എവ്രിവൺ, മേഘ്ന ഹിയർ. വെൽക്കം ടു ജി ഫ്ലിക്സ് ബൈ ഗ്രാഫിറ്റസ്. അപ്കമിങ് മലയാളം മൂവീസിൽ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് മഹേഷ് നാരായൺ സാറിന്റെ നമുക്കിപ്പോൾ പേരറിയാത്ത ഒരു മൂവി അല്ലെ. മമ്മൂക്കയും ലാലേട്ടനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ട് അല്ലെ. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നും കൂടാതെ ഒരുപാട് യങ് സൂപ്പർ സ്റ്റാർസ്, ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവരുടെ ക്രൂ മെമ്പേഴ്സിലാണെങ്കിലും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുമുണ്ട്. പിന്നെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ അവിടെ നിന്നൊക്കെ ആയിട്ട് അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബിഗ് മൂവീൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സിയാ സലീം സർ ഇപ്പം നമ്മോടൊപ്പം ഉണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫാൽക്കൺ ഗ്രൂപ്പിൻ്റെ എല്ലാമായ ഫാൽക്കൺ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സർ കഴിഞ്ഞ ദിവസത്തെ ഫാൽക്കണിന് ഒരു ഡെഡിക്കേഷനായിട്ട് ചെയ്തൊരു വീഡിയോ, ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മളൊരു വലിയ സിനിമ, നമ്മളെ മലയാളികളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ വരുന്നു. ഖത്തറിലെ മോഹൻലാൽ ഫാൻസ്, അത് വിഷ്ണു ഉൾപ്പെടെയുള്ള മോഹൻലാൽ ഫാൻസ് ഹെൽത്തി കോൺഷ്യസുമായിട്ടുള്ള ഒരു സാധനം എമ്പുരാൻ്റെ ടീസറുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ അവരാ ഷൂട്ട് ചെയ്തു എൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ കാണുകയും ചെയ്തപ്പോൾ ഞാൻ തന്നെ എക്സൈറ്റ്മെൻ്റ് ആയി. ഇത് ഇത്രയും നന്നായിട്ട് ചെയ്തോ, ഇവർ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളു. അതിൽ നന്നായിരുന്നു, നല്ലൊരു സംഭവമായിരുന്നു. സർ, ഇപ്പം നമ്മുടെ അപ്കമിങ് മൂവി മഹേഷ് നാരായൺ സാറിൻ്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് രണ്ട് നമ്മൾ ബിഗ് എംസ് ഒന്നിക്കുന്ന ഒരു മൂവി. അതിൻ്റെ എനിക്കൊന്ന് ഈ ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് എവർ ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം സാറിന് ഇന്ന് ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സാർ എങ്ങനെയാണ് ഈ ഒരു മൂവീൻ്റെ പാർട്ടാവുന്നത്? യു ഹാവ് ബീൻ എ പ്രൊഡ്യൂസർ ടു ലൈക്ക് കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഈ ഒരു മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനിയാണ് ഈ മൂവിയുടെ വൺ ഓഫ് ദ മേജർ പ്രൊഡ്യൂസർ. അപ്പോൾ ആൻഡ്രോ ജോസഫുമായി ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ ഭാസ്കർ ദ റാസ്കൾ മുതൽ കുറേ പടങ്ങൾ ആൻഡ്രോ ജോസഫുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും ഒരു മൂവി, അതും മഹേഷ് നാരായണൻ്റെ മാലിക്, ടേക്ക് ഓഫ്, ഇതൊക്കെ ആൻഡ്രോയുടെ ബാനറിൽ വന്ന സിനിമകളാണ്. അപ്പോൾ ഇങ്ങനെയും ഒരു മൂവി വന്നപ്പോൾ ആൻഡ്രോ ഞാനോട് ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഒരു മൂവി നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ എന്ന് ചോദിക്കും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊരു കാര്യം, അത് മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ്, ചാക്കോച്ചൻ, അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സിനിമകളൊക്കെ പാർട്ട്ണർ ആവണേലും ഭേദം ഇങ്ങനെ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ അത് എല്ലാവരും കൂടിയുള്ള ഒരു മൾട്ടി ഫിലിം ഒരു മൂവി എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുകയും അത് മഹേഷും ആൻഡ്രോ എല്ലാം കഥ പറയുകയും അങ്ങനെയാണ് അത് ജോയിൻ ചെയ്യാനുണ്ടായത്. സർ, ഈ ഒരു മൂവി എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല, എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കാണുന്ന ഒരു മൂവിയാണ്. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന പോലെ നമ്മൾ സൂപ്പർ സ്റ്റാർസും ബാക്കിയുള്ള സ്റ്റാർസ് എല്ലാവരും ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സാറിന് എന്താണ്, വാട്ട് ഈസ് എക്സൈറ്റിംഗ് അബൌട്ട് ദിസ് മൂവി ഫോർ യു? സാറിന് എന്താണ് ഒരു എക്സൈറ്റിംഗ് കാര്യം? ഇത് ഈ പടത്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഈ പടത്തിനൊരു പേരിട്ടിരുന്നു. ഞങ്ങൾ പാർട്ട്നേഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നുള്ളൊരു പേരിട്ടിരുന്നു. അത് ഞങ്ങൾ പാർട്ട്നേഴ്സ് വാട്സപ്പിലിട്ടൊരു പേരാണ്. അപ്പോൾ ആ ഒരു മൂവി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മഹേഷ് നാരായണൻ ഒരു ലീഡർ ഡയറക്ടറാണ്. സെക്കൻഡ് മമ്മൂക്ക, മോഹൻലാൽ, പിന്നെ ആ കാറ്റഗറിയിൽ വരുന്ന കുറേ ആളുകൾ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നൊരു മൂവി ആകുമ്പോൾ നമ്മളും മറ്റുള്ളവരെ പോലെ തന്നെ ഒന്നാമത് ഈ മമ്മൂക്കായെയും മോഹൻലാലെയും ലാലേട്ടനെയൊക്കെ കാണുമ്പോഴേ നമ്മൾ ആളുകൾ പറയാറില്ലേ, ഈ ആനയും കടലിലെയും എത്രയും കണ്ടാൽ മതിയാവില്ല എന്ന് പറയണ പോലെ ഞാൻ ലൊക്കേഷനിൽ പോയി എത്ര ലാലേട്ടനെ കണ്ടാലും എത്ര മൂക്കാനെ കണ്ടാലും എനിക്ക് മതിയാവാറില്ല. ഞാൻ പിന്നെയും അവരുടെ കൂടെ പോയി നിൽക്കുകയും അവരെ കാണുകയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതലേ സിനിമ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട 2 പേരാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ അതാ എൻ്റെ ഒരു, ഞാൻ അതിലൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്ന അവരുടെ ഷൂട്ട്, അവരെങ്ങനെ. പക്ഷേ അഭിനയം എന്ന് പറയുന്നത് അവരെ കണ്ട് പഠിക്കാൻ പറ്റില്ല. കാരണം അവർ അഭിനയിക്കുകയാണോ ഇനി നോർമലായിട്ട് നിൽക്കണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ രീതിയിലാണ് 2 പേരും അഭിനയിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാലേട്ടനും മമ്മൂക്കയും ആഫ്റ്റർ വെരി ലോങ് ഇയേഴ്സ്, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് 17th ഇയർ ആണ് ഈ ഒരു 2025 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സാറിന് ഇതെങ്ങനെ നോക്കി കാണുന്നു, ഈ ഒരു ആഫ്റ്റർ ലോങ് ബ്രേക്ക് അവർ ഒന്നിക്കുമ്പോൾ ഉള്ളൊരു മൂവി ആകുമ്പോൾ? ഈ ലോങ് ബ്രേക്കിന് ശേഷം അവർ ഒന്നിക്കുന്ന 2 പേരും കൂടി ഒന്നിക്കുന്ന ഒരു മൂവിയിലെ ഒരു മേജറായിട്ടുള്ള ഒരു ഡയറക്ടർ, ഇതെല്ലാം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കാരണം ആർട്ടിസ്റ്റ് നോക്കിയാലും
അപ്പോൾ അതിനകത്ത് എനിക്കൊരു ഭാഗമാകാൻ പറ്റി. ഇത്രയും ഒരു വലിയൊരു സിനിമ ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനിയുടെ പ്രൊഡക്ഷനിൽ തുടങ്ങുന്നു. സാധാരണ ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനിയിൽ ഞാൻ ഇൻവോൾവ് ആവുന്ന പോലെ ആ സിനിമയിലും എനിക്കൊരു പാർട്ട്ണർ ആവാൻ പറ്റുന്നു. ഞാൻ എൻ്റെ ഷൂട്ട് തുടങ്ങുന്ന ശ്രീലങ്കയിലാണ് എൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നത്. എല്ലാ ലൊക്കേഷനിലും ഞാൻ പോകാറുണ്ട്. ഇത് ഞാനും ഭയങ്കര പ്രതീക്ഷ, എല്ലാവരെ പോലെ ഞാനും ഭയങ്കര പ്രതീക്ഷയിലാണ്. മഹേഷ് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഇത് എന്നാണ് ഒരു സ്ക്രീനിലേക്ക് എനിക്ക് കാണാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക പ്രതീക്ഷയിലാണ് ഞാനും ഭയങ്കര പ്രതീക്ഷയിലായിരിക്കുന്നു. ഞങ്ങൾ പ്രേക്ഷകരും അതേപോലെ തന്നെ. സർ, ഷൂട്ടിന്റെ ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് ന്യൂസിലൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ന്യൂസ് ഉണ്ട്. ആ ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് കൂടെ അറിയില്ല. ഇസ് ദർ എനിത്തിങ് നമുക്ക് ഈ പറയുന്ന പോലെ കേൾക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് മമ്മൂക്കയെ കുറിച്ച് വരുന്ന ന്യൂസുകളാണോ? അതെ അതെ അതെ, ഓൾ ടുഗെദർ നമുക്ക് ഒരുപാട് ന്യൂസുകളാണ് കേൾക്കാൻ പറ്റുന്നത്, എസ്പെഷ്യലി മമ്മൂക്കേൻ്റെ ഒരു കാര്യവും. കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്, നമ്മൾക്ക് ഇരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഈ സിനിമയിൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഏതാണ്ട് 100 crores മേലെ വരുന്ന ഒരു മൂവിയാണ്. 3-4 പാർട്ട്നേഴ്സിനകത്തുണ്ട്. അപ്പോൾ ഈ മൂവിനെ കുറിച്ച് ഒരു ആക്ഷേപമായിട്ടൊരു ന്യൂസ് വരുമ്പോൾ, അതില്ലാത്തൊരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ഭയങ്കര പെയിൻഫുള്ളായി. കാരണം നമ്മുടെ മൂവിയിൽ നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഇഷ്യൂസ് ഇല്ല, വളരെ സോഫ്റ്റായിട്ട് പോകുന്നു. ഞങ്ങൾ എപ്പോഴും വാട്സപ്പിലും മറ്റുള്ള അങ്ങോട്ടും കമൻറ്റുകൾ പറയുന്നു എല്ലാം. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഫൈനാൻഷ്യലി പ്രോബ്ലം, മമ്മൂക്ക മൂവി ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ചാനലിൽ ചിലവർ കയറിയിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര പെയിൻഫുള്ളായി. എന്താണ് അങ്ങനെ കൊടുത്തത്? അല്ലെങ്കിൽ പിന്നെ മമ്മൂക്ക ഹോസ്പിറ്റലൈസറാണ്, പടം ഇനി നടക്കാൻ പോകുന്നില്ല, സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അപ്ഡേഷൻ ഉണ്ട്. മമ്മൂക്കയുടെ എല്ലാവരുടെ അപ്ഡേഷൻ ഉണ്ട്. സിനിമയാണെങ്കിൽ ഈ മാസം വീണ്ടും ഷൂട്ട് ആരംഭിക്കണം. ലാസ്റ്റ് February 24 ഷൂട്ട് ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുന്നതും അവിടുന്ന് മമ്മൂക്കയൊക്കെ ദുബൈയിലേക്ക് പോവുകയും വീണ്ടും ഞാൻ തിരിച്ച് കേരളത്തിൽ പോയി തിരിച്ച് ഖത്തറിൽ വരും. മാർച്ച് എൻഡോടുകൂടി വീണ്ടും അടുത്ത ഇത് ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ ആ മഹാനടനെ കുറിച്ചിട്ട് കുറേ ഈ ആളുകൾ പേടിക്കുന്ന രീതിയിലുള്ള കുറേ പേരുകൾ പറഞ്ഞ്, ഒരു രോഗം പറഞ്ഞ്, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ നമുക്കും ഒരു ഫീലായി. കാരണം മമ്മൂക്ക അറിയാം, ഇപ്പം നമ്മളെല്ലാവരും ആരാധനയോട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഏജിലായാലും അത് ബോഡി ലാംഗ്വേജിലായാലും ഹെൽത്തി കോൺഷ്യസ് ആയാലും അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഫീലായി. നോർമലി ഒരു സഹജമായിട്ട് മനുഷ്യന് വരുന്ന അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ മമ്മൂക്കാക്കും ഉണ്ടായിരിക്കാം. അത് ഉണ്ടാവില്ല, മമ്മൂക്കാക്ക് അസുഖം വരാൻ പാടില്ല മമ്മൂക്കാക്ക് ഒന്നുമില്ല, അങ്ങനെ വരാൻ പാടില്ലെന്നോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ മമ്മൂക്കാക്കും ഇപ്പോൾ ഗ്യാസ്ട്രോളി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. മമ്മൂക്കയുടെ മകളുടെ ഹസ്ബൻഡ് തന്നെ ഡോക്ടറാണ്. അവർ ചിലപ്പോൾ ചെന്നൈയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാവും. പിന്നെ മമ്മൂക്ക എപ്പോഴും ചെക്കപ്പ് നടത്തുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ബോഡി കാര്യങ്ങൾ, എന്തെങ്കിലും എനിക്ക് വീക്കുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഭയങ്കര ബോഡി കോൺഷ്യസ്, ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോർമലി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കണ്ട. ആ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഇടപെടാനോ തലയിട്ട് നോക്കാനോ അദ്ദേഹത്തിൻ്റെ മകളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ. ദുൽഖറിന് ചെന്നൈയിൽ വീടുണ്ട്, മമ്മൂക്കാക്ക് വീടുണ്ട്. അവർക്ക് അവിടെ പോയി നിൽക്കാമല്ലോ, അവിടെ പോയി ട്രീറ്റ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ പോകാമല്ലോ, ഇതൊക്കെ ചെയ്യാമല്ലോ. ഇതൊന്നും നമ്മൾ ഇന്ന് വരെ ഈ സിനിമേനോ അല്ലെങ്കിൽ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഷൂട്ട് അങ്ങനെ മുടങ്ങിപ്പോകുന്നു. ഇപ്പോൾ ചാക്കോച്ചൻ, ഫഹദ്, രാജീവ് മേനോൻ, അങ്ങനെ 3 പേരുടെ ഷെഡ്യൂൾ ഇപ്പോൾ ഈ ആഴ്ചയിൽ ആരംഭിക്കുക. റംസാനാണ് മെയിനായിട്ട്. മമ്മൂക്ക, ദുൽഖർ ഇവരെല്ലാവരും നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ്. ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിട്ട് പോകുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അവരുടേതായ ഇവിടെ ഇപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു റംസാൻ ഭയങ്കര നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് ഖത്തറിൽ. പക്ഷെ നാട്ടിൽ ഭയങ്കര ചൂടാണ് കാര്യങ്ങളാണ്. സിനിമ കൂടുതലും ഔട്ട്ഡോർ ആയിരിക്കും. അപ്പോൾ അതുമായിട്ടൊക്കെ അവർ സിനിമ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽ കാര്യങ്ങൾ അങ്ങനത്തെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു അസുഖം മമ്മൂക്കാക്ക് വരില്ല എന്നും മമ്മൂക്കാക്ക് ഒരു അസുഖം ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യ സഹജമായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സാർ, ഇതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ ഉള്ള ഇഷ്യൂസ്, ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ഓൺലൈൻ മീഡിയാസിലും ന്യൂസ് ചാനൽസിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും ആൻഡ്രോ തമ്മിൽ 2014 മുതൽ പാർട്ട്ണർഷിപ്പ്. ഞങ്ങളിന്നും ഇപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ആൻഡ്രോയായിട്ട് ഫോൺ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞാണ് ഞങ്ങൾ ഫോൺ വെച്ചത്. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു 2 പാർട്ട്നേഴ്സ് ബ്രിട്ടനിൽ നിന്നുള്ള ആൾക്കാരാണ്. ഒന്ന് മിസ്റ്റർ സുഭാഷ് മാനുവൽ, ഒന്ന് മിസ്റ്റർ രാജേഷ് കൃഷ്ണ. ഇനിയൊരു പാർട്ട്ണർ കൂടി ഇതിനകത്ത് വരും, ഓൾറെഡി ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരു 3-4 പാർട്ട്ണർ ഇല്ലാതെ സിനിമ ഒരു
100 and എബോവ് എന്ന് പറയുമ്പോൾ 3-4 പാർട്ട്ണർ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ഒരു പാർട്ട്ണർ കൂടി ഇതിനകത്ത് വരും. ഈ ഉള്ള പാർട്ട്നേഴ്സ് തമ്മിൽ ഇതുവരെ ഒരു പ്രോബ്ലംസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെയും തമാശ പറയും, കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളുടേതായ കാര്യങ്ങളും വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഞങ്ങൾ പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഈ പടം ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് വന്നിട്ട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി ഫ്യൂച്ചറിലൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഒന്നുമില്ല. അങ്ങനെ ഒരു നല്ല പ്രോഫിറ്റൊക്കെ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതുവരെ ഒന്നുമില്ല. അപ്പം വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് നമ്മൾ ആ ഒരു കാര്യം കേട്ടത്. ഈ പറയുന്ന ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ പറയുന്ന പോലെ ബോത്ത് ദ സൈഡ്സ്, അതെ, പല ന്യൂസ് ചാനൽസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസിലും രണ്ട് തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ സിനിമയുടെ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനിൽ വരുന്ന ചാനലിലുള്ള ചില ആളുകളുടെ വല്ല പേഴ്സണൽ ഇഷ്യൂസോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അത് പറയണമെങ്കിൽ എനിക്ക് അവരോടുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ അറ്റാക്ക് ചെയ്യരുത്. കാരണം അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ, അവർ പേഴ്സണലായിട്ട് തീർക്കുക. അല്ലാതെ ഈ സിനിമ എന്ന് പറയുന്നത് 100% ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിലുള്ള ഒരു സിനിമയാണിത്, 100%. അപ്പോൾ ഇത് ആൻഡോ മറ്റു ഒരു ലൊക്കേഷനിലും അങ്ങനെ കറക്റ്റായിട്ട് പോകാനും അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാത്ത ആളുമാണ്. ഇത് ഈ സിനിമയുടെ ഓരോ ലൊക്കേഷനിൽ പോയി വരുമ്പോഴും ആൻഡോ ആകെ ഡെസ്പാണ്. ആൾക്ക് പല ചെസ്റ്റ് ഇൻഫെക്ഷൻ, പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ എപ്പോഴും ആൻഡോനോട് പറയും, നിങ്ങൾ ആ മമ്മൂക്കയുടെ ഹെൽത്തൊക്കെ നോക്കി പഠിക്കും. നിങ്ങൾ മമ്മൂക്കാനൊക്കെ 10-25 വയസ്സ് താഴെയാണ്, എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ ആൻഡോനോട് പറയാറുണ്ട്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പടത്തിൻ്റെ പിന്നിൽ. ഇത്രയും നമ്മൾ പൈസ മുടക്കുന്നുണ്ട്. ഇത്രയും വലിയ 2 ആർട്ടിസ്റ്റുകൾ, മെയിനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, ഇത്രയും വലിയ 2 ആർട്ടിസ്റ്റുകൾ എല്ലാം ചെയ്യുമ്പോൾ ആ പടത്തിനെ ഇങ്ങനെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യരുത്. അതൊരു പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്. ആൻഡോയെ സംബന്ധിച്ചിടത്തോളം ആൻഡോ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നൊരു മൂവിയാണ്. ഇപ്പോൾ മമ്മൂക്കയെയും ലാലേട്ടനെയും പോലുള്ള 2 മെഗാ സ്റ്റാറുകളെ ഒന്നിച്ച് ഒരു സിനിമ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ജേണിയാണ് ആൻഡോ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരു മൂവിന് ഒരു ഭാഗത്ത് നിന്നിട്ട് അത് നിന്നുപോയി, അത് സ്റ്റോപ്പായിപ്പോയി, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ സം പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്കൊരു ഭയങ്കര പെയിൻ ആയത്. അതുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. സാറ് പറഞ്ഞു മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ച് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതിങ്ങനെ കാണുന്ന തന്നെ എത്ര കണ്ടാലും മതിയാവില്ല. അപ്പൊ അതൊരു ആക്ടിങ് എന്നുള്ളൊരു സാധനം ഇഷ്ടപ്പെടുന്ന ഒരാൾ സംസാരിച്ചത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാറ് ഇതിന്റെ ഈ ഒരു മൂവിയിൽ എന്തെങ്കിലും റോൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്? ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് നേരത്തെ മുതലുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഇതിനകത്ത് മഹേഷ് നാരായണൻ ചെയ്യുന്നൊരു മൂവി, പിന്നെ ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ ഒപ്പം എവിടെയെങ്കിലും അതിനകത്തൊരു സീൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ സിനിമയുമായിട്ട് ബന്ധമല്ല, നമ്മുടെ സിനിമയോടുള്ള നമ്മുടെ ഒരു താല്പര്യം, അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറ്റുന്ന, അതും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ചുള്ളൊരു സാധനം. അപ്പോൾ അവരെ കോമ്പിനേഷനുള്ള ഒരു സാധനത്തിൽ എനിക്കൊരു എൻട്രി മഹേഷാണ് അങ്ങനെ ഒരു എൻട്രി പറയുന്നത്. സ്പെഷ്യലി താങ്ക്സ് മഹേഷിനോടാണ് ഉള്ളത്. കാരണം മഹേഷ് അങ്ങനെ ഒരു സാധനം എനിക്ക് ഓഫർ ചെയ്തത്. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മെഗാ സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി രണ്ടുപേരുടെയും കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മമ്മൂക്കയൊപ്പം എനിക്ക് നേരത്തെ പരിചയമുണ്ട് പല പടങ്ങളെയും. പക്ഷേ ലാലേട്ടനൊപ്പം അടുത്ത് പരിചയമില്ല. പക്ഷേ ലാലേട്ടൻ ഈ സിനിമയിലാണ്. പക്ഷേ ലാലേട്ടൻ ഞാൻ പ്രതീക്ഷിച്ചാലൊക്കെ അപ്പുറം ലാലേട്ടൻ്റെ മോനെ എന്നുള്ള വിളിയും. കാരണം ശ്രീലങ്കയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട്, ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒപ്പമാണ് ഫ്ലൈറ്റിൽ ഒരുമിച്ച് കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഷൂട്ടിൽ ലൊക്കേഷനിലുള്ളതും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളതും പുള്ളിയൊരു കെയറിങ് ഉണ്ട്. അത് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം എപ്പോഴും മോനെ, അല്ലെങ്കിൽ മോനെ അത് കഴിച്ചോ, ഇനി എയർപോർട്ട് ലോഞ്ചില്ല, മോനെ ആ ഫിഷ് കറി കഴിച്ചോട്ടോ, അത് സൂപ്പർ സാധനമാണ് മോനെ, അത് കാലത്തെ കഴിക്കും, മോൻ ഫിഷ് കഴിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ഈ ജീവിതത്തിലൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടന്ന ഒരു ലാലേട്ടനാണോ ഇത് ചോദിക്കുക. ഇപ്പം നമ്മൾ പറയില്ല ദൈവത്തിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ദൈവം അന്ന് പറഞ്ഞ പോലെ ലാലേട്ടനാണോ ഇത് ചോദിക്കുക എന്നുള്ള രീതിയിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് ലാലേട്ടൻ നമ്മളോട്. അങ്ങനെ അതേമാതിരി തന്നെ മമ്മൂക്ക കൂടുതൽ എടുക്കുക അങ്ങനെയൊന്നും കൂടുതലൊന്നും ചെയ്തില്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ഒരു ഗൗരവം പോലെ നിൽക്കുകയുള്ളെങ്കിലും പുള്ളിയുടെ മനസ്സ് നമുക്ക് അൺബിലീവബിളാണ്. കാരണം ആ രീതിയിലാണ് പുള്ളിയുടെ മനസ്സിൽ നമ്മളെ കണ്ടിട്ട് നമുക്കൊരു ഹായോ അല്ലെങ്കിൽ ആന്നോ കാണിച്ചില്ലെങ്കിൽ പോലും നോട്ട് ചെയ്തിട്ടുണ്ടാവും മനസ്സിൽ, ഇന്നയാൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾ അവിടെ നിൽപ്പുണ്ടല്ലോ എന്നൊക്കെ നോട്ട് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടുപേരുടെയും 2 രീതിയിലുള്ള സ്വഭാവമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്.
പക്ഷെ ലാലേട്ടനായിട്ട് ഞാൻ അടുത്ത് പെരുമാറുന്നത് ഈ ഒരു സിനിമയിലാണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു 2-3 ഡേയ്സ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് ലാലേട്ടൻ പറയുന്ന പോലെ നമുക്കൊക്കെ വേണ്ടി ഒരു നേർച്ച പോലെ ചെയ്തതും അങ്ങനത്തെ പല കാര്യങ്ങളും കാണുന്നത്. അതൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. എന്തായാലും എല്ലാവരുടെയും ഒരു എന്താ പറയുക കൂട്ടായ്മയുടെ ഒരു ബലമായിട്ടാണ് ഈ ഒരു ഈ ഫാൻസിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ലാലേട്ടൻ്റെ ഒരു ബിഗ് ബ്രദർ, ആ രീതിയിലുള്ള റെസ്പെക്റ്റോട് കൂടിയും ആ രീതിയിലാണ് സംസാരിക്കുന്നതും അവർ തമ്മിലുള്ള ഓരോ കാര്യങ്ങൾ. ലൊക്കേഷനിലായാലും ഇച്ചാക്ക വന്നോ, ഇച്ചാക്ക ഇതായോ, ആ രീതിയിൽ ചോദിക്കുകയും അല്ലെങ്കിൽ ഇച്ചാക്ക മേലെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ റെസ്പെക്റ്റ് ആയുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ പിന്നെ എത്രയോ വർഷത്തെ ഒരുമിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ലാലേട്ടൻ മമ്മൂക്കയുടെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് എനിക്കറിയില്ല. ഈ ന്യൂസിലേക്ക് കണ്ടുള്ള മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടാവും. സർ, മെഗാ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മറ്റുള്ള സ്റ്റാർസും ഉണ്ട്. അപ്പം അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഒരു ഫിലിമിലേക്ക് അവർക്കുള്ള ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും? സാർ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അത് ഈ സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, നമ്മൾ ആദ്യമായിട്ടാണ് ക്യാമറയിലും സിനിമയും ക്യാമറയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടാൻ ആദ്യമായിട്ടാണല്ലോ. അതും 2 പുലികളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു അഡ്വാൻസിൽ ഒരു പ്രിപ്പയർ ചെയ്തു ഞാൻ. അപ്പോൾ അത് ചാക്കോച്ചൻ അറിഞ്ഞു ഞാൻ അങ്ങനെ ഒരു അഡ്വാൻസിലൊരു സംഭവം ചെയ്തു. ശ്രീലങ്കയിൽ ലൊക്കേഷനിൽ മൊത്തം നടന്ന് തന്നെ നാറ്റിക്കായിരുന്നു. ഇത് വരാൻ പോണ നടനാണ്, അവിടെ അങ്ങനെ ചെയ്തു. ലാലേട്ടനോടും മമ്മൂക്കേനോടും എല്ലാം പറഞ്ഞ് ഭയങ്കര ഹ്യൂമറായിട്ട് തന്നെ ചാക്കോച്ചൻ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫഹദും ആയിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ടെങ്കിലും അത്ര അടുത്തുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഫഹദും ആയിട്ട് ഞാനും ഫഹദും കൂടിയാണ് കൊച്ചിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നത്. ഭയങ്കര ആക്റ്റീവായിട്ടൊരു ആക്ടറാണ്. നടന്നു പോകണമെന്നും നിൽക്കണമെന്നും കാണാൻ പറ്റില്ല, ഒറ്റ ഓട്ടമാണ്. ആ രീതിയിൽ ഓടുന്ന ഒരു ആക്ടറാണ്. ഭയങ്കര സ്പീഡപ്പ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. എന്തായാലും ഇതിനകത്ത് എല്ലാവരുടെയും ഇവരുടെ ഒന്ന് അഭിനയം ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ ഇതെങ്ങനെ അഭിനയിക്കണമെന്ന് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാകും. ലാലേട്ടൻ മമ്മൂക്ക അവിടെ അഭിനയിക്കണം കണ്ടാൽ ഇത് അവർ സംസാരിച്ച് നിൽക്കണോ അഭിനയിക്കണോ എന്ന് അറിയാൻ പറ്റില്ല. ഫസ്റ്റ് ഒരു ഷോട്ടിൽ ഇവർ രണ്ടുപേരും കൂടി നടന്നു വരുന്നൊരു ഷോട്ടാണ്. അപ്പം നമുക്ക് ഈ അഭിനയ മോഹം ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് അഭിനയിക്കണമെന്ന് കണ്ട് പഠിച്ചു കളയാമെന്ന് വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹേഷ് കട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ്. അപ്പോൾ ഇവരെന്താണ് അവിടെ ചെയ്തത്? അഭിനയിക്കായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നു വരണമെന്നൊന്നും മനസ്സിലായില്ല. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ചാക്കോച്ചനായാലും. നയൻതാര ഉള്ളതിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല. നയൻതാര ഉള്ളതിൽ ഇനി ഇൻവോൾവ് ആകാൻ പോണേ ഉള്ളൂ. അത് ഏപ്രിൽ ലാസ്റ്റൊക്കെ. ഇനിയും ഒരുപാട് പേര് സ്റ്റാർസ് ഇനി വരുമോ? പലരും വരാനുണ്ട്. ആ ഒരു രീതിയിൽ നിൽക്കുന്നു. അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ അവിടെ കിടക്കട്ടല്ലേ. ഓക്കെ സർ, മഹേഷ് നാരായണൻ മൂവി എന്ന് പറയുമ്പം സാറിൻ്റെതായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് എല്ലാ മൂവീസിലും. ആ ഒരു മൂവി ഇപ്പം നമുക്കറിയില്ല ഈ ഒരു മൂവി എന്ത് ജോണറിലുള്ള ഒരു മൂവിയാണ് വരാൻ പോകുന്നില്ല. അപ്പം മഹേഷ് സാറിൻ്റെ ഒരു എലമെന്റ് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുമോ? പല ഡയറക്ടേഴ്സും ഒരു പ്രൊജക്റ്റാണ് നോക്കുന്നത്. മഹേഷിന് ഇതൊരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിനെ എത്ര നന്നായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാമെന്ന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായണൻ. പിന്നെ വെൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ്. ഞാൻ ചില ലൊക്കേഷനൊക്കെ ചെല്ലുമ്പോൾ മഹേഷ് എവിടെയെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ കാണുമ്പോൾ ഒരു സീറ്റിലിരുന്ന് മറ്റേ സ്ക്രീനിൽ നോക്കിയിരുന്ന് ആക്ഷൻ കട്ട് ഇതൊക്കെ പറയുന്ന ഒരാളാണ് ഡയറക്ടേഴ്സ്. മഹേഷ് ചിലപ്പോൾ അവിടെ നടക്കുന്ന ഒരു ലൈറ്റ് ബോയ് ചെയ്യണേക്കാൾ കൂടുതൽ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ടെമ്പറേച്ചറിൽ മഹേഷ് ഷൂട്ട് നടക്കുന്ന സമയത്ത് മഹേഷിനോട് നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കാറില്ല. കാരണം എന്താ അറിയുമോ, പിന്നെ പറയണ്ട. അപ്പോൾ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണോ എൻ്റെ സിനിമകൾ ഇതിനു മുമ്പ് ആളുകൾ കണ്ടിട്ടുള്ളത് അതിനേക്കാൾ ഭംഗിയാക്കി മെഗാസ്റ്റാർസിൻ്റെ മൂവി സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരോടൊപ്പം തന്നെ എല്ലാവരേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് മഹേഷ് നാരായണൻ ഈ സിനിമയിൽ. സർ, ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു കുറേ അപ്ഡേറ്റ്സ് വന്ന കാരണമുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു മൂവി പെട്ടെന്ന് തന്നെ ഉണ്ടാവുമോ, ഈ വർഷം ഉണ്ടാവുമോ, ഇനി എന്താവും എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് സാർ എന്താ പറയുന്നത്? ഈ ഒരു മൂവിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്ററോ കാര്യങ്ങളോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ ഇറക്കിയിട്ടില്ല. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ കാര്യങ്ങളോ. കാരണം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇറക്കാൻ നിന്നപ്പോഴാണ് ആ ഡേറ്റിൽ തന്നെ എമ്പുരാൻ്റെ ഒരു ടീസർ റിലീസും കാര്യങ്ങളും. അപ്പോൾ അത് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ സിനിമ 25 നവംബറിലൊക്കെയാണ് സിനിമ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ അടുത്ത ഏപ്രിലോടെ ഷൂട്ട് കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പോസ്റ്ററോ കാര്യങ്ങളോ ഒരു ടീസറോ മഹേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അതിൻ്റെ പല ഭാഗങ്ങളും ആ സിനിമയിൽ നിന്ന് ഒരു ഡയറക്ടറെ സംബന്ധിച്ചുള്ള അയാൾക്ക് കുറേ കൺസെപ്റ്റ് ഉണ്ടാവില്ല എങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ആ കൺസെപ്റ്റിൽ മഹേഷ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അധികം താമസിക്കാതെ തന്നെ ഒരു ടീസർ പുറത്തിറങ്ങും. സിനിമ നവംബറിലും പുറത്തിറങ്ങും. ഓക്കെ,
അപ്പം നമ്മൾ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ആ ഒരു കാര്യം കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഈ ഒരു മൂവിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഒന്ന് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം റിവീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്തായിരിക്കും? ഈ മൂവിയുടെ ഷൂട്ട് ചെയ്ത കുറേ ഭാഗങ്ങൾ ഞാൻ കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് കാണുമ്പോൾ അത് മഹേഷ് നാരായണൻ മലയാളത്തിലൊരു 85, മലയാളം, തമിഴ് പല ഭാഷകളിലായിട്ടൊരു 85 സിനിമകൾ എഡിറ്റ് ചെയ്ത ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടി അദ്ദേഹം എഡിറ്റ് ചെയ്ത് ആ കാര്യം എങ്ങനെ സ്ക്രീനിലേക്ക് എത്തിക്കും അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ മലയാളികളിലും എല്ലാവരോടൊപ്പം ഞാനും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്താകും എന്നുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മളൊരു സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് കാത്തിരിക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് യു ആൻഡ് ഹാവിങ് യു ഹിയർ. താങ്ക് യു സർ. താങ്ക് യു.